ഏകദേശം 4-5 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന്. ചാനലിലൊക്കെ വാർത്തയൊക്കെ വന്നു ഇങ്ങനെ മരിച്ച നിലയിൽ ആകാനാണ് സാധ്യത. വീടൊക്കെ അകത്തുനിന്ന് കുറ്റിട്ടൊക്കെ ആയിരുന്നു, അതേ പുറത്ത് അല്ല ചാരിയിട്ടുള്ളായിരുന്നു. ചീഞ്ഞ് അഴുകിയ നിലയിൽ ദുർഗന്ധം വഹിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ശ്രദ്ധിച്ചതും. 3-4 ദിവസമായില്ലേ? 4-5 ദിവസമായി. ഒരു 5-ാം തീയതി എങ്ങാണ്ടാണ് വഴക്കൂടി പോയെന്ന് പറയുന്നത്. പുള്ളി ഇവിടെ വരൂലല്ലോ. കുടുംബ വീടാണോ? കുടുംബം, ഒരു സഹോദരനും സഹോദരിയാണ്. നമസ്കാരം, അത് കോരാണിയാണ്. ഇവിടെ ഒരു ആൾ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 4-5 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന്. അതായത് ചീഞ്ഞ് അഴുകിയ നിലയിൽ ദുർഗന്ധം വഹിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ശ്രദ്ധിച്ചതും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ അറിയിച്ചതും. അവർ നോക്കിയപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് തൂങ്ങിയിരിക്കുന്ന നിലയിലായിരുന്നു, പിന്നെ പുഴുവരിച്ച നിലയിലായിരുന്നാണ് ഇപ്പം സമീപവാസികൾ ഞങ്ങളോട് പറഞ്ഞത്. ചേട്ടാ എപ്പോഴാണ് കണ്ടത് നമ്മൾ ഈ നമ്മളെ അനിസഖാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കൂടി നിൽക്കുകയല്ലേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവിടെ നാറ്റമുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ കുറച്ച് പട്ടികൾ രാത്രി വന്ന് കിടക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ ചത്ത് കിടക്കുകയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടാ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്നത്? 2ാമത്തെ വീട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ പിന്നെ നാറ്റം മാറാത്തത് കൊണ്ടാണ് നമ്മൾ അവൻ്റെ സഹോദരിയെ വിളിച്ച്, അവൻ്റെ സഹോദരിയുടെ ഭർത്താവ് രാത്രി വന്ന് ഒരു 9 മണിയായി. ഈ മരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർട്ടി സഹാക്കളെല്ലാം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിളിച്ച് വന്ന് ഞാനും വേറൊരു സുഹൃത്തും കൂടെ ചെന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് സംഭവം. 3-4 ദിവസമായി. ഒരു 5-ാം തീയതി എങ്ങാണ്ടാണ് വഴക്കൂടി പോയെന്ന് പറയുന്നത്. പുള്ളി ഇവിടെ വരൂലല്ലോ. കുടുംബ വീടാണോ? കുടുംബം, ഒരു സഹോദരനും സഹോദരിയാണ്. സഹോദരി അങ്ങ് നെല്ലികുളത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പുള്ളി കഴക്കൂട്ടത്തം കണ്ടൊരു സ്പ്രേ പെയിൻറ്റിങ് അങ്ങോട്ട് നടത്തുകയും ആഴ്ച ഒരു ദിവസമേ വരും. അതുകൊണ്ട് നമ്മൾ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. 40 വയസ്സായി. കല്യാണം കഴിച്ചായിരുന്നു 2 ദിവസം. അപ്പം ഇവിടെ ആഴ്ചയിൽ ഒരു മാസം കൂടുമ്പോഴാണ് വസ്ത്രമൊക്കെ കഴുകാനാണ് വരുന്നത്. എവിടെ ജോലി ചെയ്യുന്നത്? കഴക്കൂട്ടത്ത് ഒരു സ്പ്രേ പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് കണ്ട് നടത്തുകയും അവിടെ തന്നെ കിടന്നിറങ്ങി. ഇപ്പോൾ തുണിയൊക്കെ കഴുകാനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണേല്ലേ. ഈ പട്ടികൾ ചെത്ത് കിടക്കണമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ അവരൊന്ന് തുറന്നപ്പോൾ നമുക്ക് കാര്യം പിടിക്കും. പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് ഇപ്പോൾ രാവിലെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയത്. രാവിലെയാണ് കൊണ്ടുപോയത്? രാവിലെയാണ്. 10 മണിയായി അല്ലേ? ഇതിൽ പരിചയമുണ്ടോ ചേട്ടനല്ലോ? ആട്ടോ സ്റ്റാൻഡ് ആട്ടോ ഓടുന്ന ആളല്ലേ? വേറെ എന്തെങ്കിലും സാമ്പത്തിക വിഷയം വല്ലതും ഉണ്ടായിരുന്നു? സാമ്പത്തിക വിഷയവും ഇതിന്റെ പിന്നിൽ പറയുന്നുണ്ട്. എൻ്റെ ഓഹരി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വഴക്കുണ്ടായെന്നാണ് പറയുന്നത്. ഫാമിലി പ്രോബ്ലം. വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഈ വീടോ? വീട് വിൽക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ലാതെ നമുക്ക് അവരങ്ങിപ്പോൾ നെല്ലുകുളത്തിലെ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അവിടെയാണ് താമസിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ രാവിലെ ചാനലിലൊക്കെ വാർത്തയൊക്കെ വന്നു ഇങ്ങനെ മരിച്ച നിലയിൽ ആകാനാണ് സാധ്യത. വീടൊക്കെ അകത്തുനിന്ന് കുറ്റിട്ടൊക്കെ ആയിരുന്നു, അതേ പുറത്ത് അല്ല ചാരിയിട്ടുള്ളായിരുന്നു. കൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ബുള്ളറ്റൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. പോലീസിന്റെ നിഗമനം ആത്മഹത്യ തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒന്നും അവന് അങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നുമില്ല. മാനസിക വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തത് അത്രയും. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെട്ടത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു 3 കൊല്ലമായെന്നൊന്നും കഴക്കൂട്ടത്ത് ഈ സാധനം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദിവസമായിട്ട് കാണാതായിട്ട് അവിടെ കടയിൽ നിന്ന് തിരക്കിയതൊന്നുമില്ലേ? ഇവന്റെ പുള്ളി വീട്ടിൽ കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും കൂട്ടുകാരെ വീട്ടിൽ പോയി കാണുമെന്ന് അവർ വീട്ടുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്, ഈ സ്മെല്ല് കാരണം കണ്ടുപിടിച്ചാണ് നമ്മൾ വീട്ടിൽ വിളിച്ച് പറയണം. അപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് തിരക്കണം. അവർ വന്നിട്ടാണ് നിങ്ങൾ നോക്കുന്നത്? അത്രേ ഉള്ളൂ. വന്നിട്ട് നോക്കിയത് അല്ലേ? സഹോദരി വന്നിട്ടാണ് നോക്കിയത്? അതെ, സഹോദരിയല്ല, സഹോദരിയുടെ ഭർത്താവ് വന്നിട്ടാണ് നോക്കിയത്. അല്ല, നമ്മളെ ഒരു വീട്ടിൽ കൊല്ലത്തെ ഒരു പുഴുവരിച്ച അവസ്ഥയിൽ ഞാൻ കേട്ടത്. പുഴുവരിച്ച അവസ്ഥയിലാണ്. 5 ദിവസമായി കാണുമല്ലോ. പോലീസും പറഞ്ഞത് ഇനിയാണെങ്കിൽ ഇരുന്ന് താഴെ വീണ് പോയെന്നാണ്. എൻ്റെ തൊട്ടിൽ പുറകിൽ കാണുന്ന ഈ ഒരു ഗിരിദാസ് S40 ഇദ്ദേഹമാണ് മരിച്ചത്. ഇദ്ദേഹം ടെക്നോ പാർക്കിൻ്റെ കഴക്കൂട്ടത്തെ ഭാഗത്ത് അവിടെ സ്പ്രേ പെയിൻറ്റിങ് കടയിട്ടൊക്കെയായിരുന്നു. എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നൊക്കെ നാട്ടുകാർ പറയുന്നു. ഏതായാലും ഇദ്ദേഹം വന്ന് ആദ്യം ആഴ്ചയിലൊരിക്കൽ മാത്രമേ ഇത് ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ദുർഗന്ധം സഹിക്കാതെ വന്നപ്പോഴത്തേക്കാണ് നാട്ടുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരിയൊക്കെ വിളിച്ച് പറഞ്ഞതും. വന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഒരു പുഴുപിടിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോഴും ഞങ്ങളിവിടെ വന്നു, പക്ഷേ അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 4-5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ആ ബോഡിക്ക്.
കാരണങ്ങളൊന്നും വ്യക്തമല്ല. ഈ പറയുന്ന എന്തൊക്കെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെയാണ് ഇപ്പം അടുത്ത നാട്ടുകാരൊക്കെ പറയുന്നത്. ഏതായാലും 5 ദിവസമായി അദ്ദേഹം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് തൂങ്ങി നിൽക്കുകയായിരുന്നു. ഇസ്മായിൽ ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.